വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഞാനിടുന്ന പോസ്റ്റുകൾ നിത്യവും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇവിടെ നിന്നും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഇടുന്ന പോസ്റ്റുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്തിടുക. അതുപോലെ തന്നെ നമ്മളിടുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ നിന്നും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു മടിയും കൂടാതെ അൺലൈക്ക് ചെയ്യുക. ഈ അറിവ് മറ്റുള്ള കൂട്ടുകാരെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാഗ്രഹിക്കുന്നവർ ഈ ഷെയർ ബട്ടണിലേക്ക് മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അറിവിലോട്ട് കിടക്കാം. ഹായ്, ഏവർക്കും പുതിയൊരു അറിവിലോട്ട് സ്വാഗതം. നെന്നാസ് റുവാക്കയിൽ ഈ വീഡിയോയുടെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വളരെ മനോഹരമായ രീതിയിൽ ഒരു വീഡിയോ ആനിമേഷൻ രൂപത്തിലാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയലാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടകരമാകും എന്ന് കരുതുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ആപ്ലിക്കേഷൻ വിവ വീഡിയോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഒട്ടനവധി സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കാം. എന്നാൽ ഇത് പ്ലേ സ്റ്റോറിൽ നമുക്ക് സൗജന്യമായിട്ട് തന്നെ ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്തവർക്കെല്ലാം അറിയാമായിരിക്കാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. നമുക്കിനി ആപ്ലിക്കേഷനെ പറ്റി നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ആണ് കാണാനായിട്ട് സാധിക്കുക. അതിൽ നിന്ന് നിങ്ങൾ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്യുക. വേണമെങ്കിൽ മുകളിലായിട്ട് സ്കിപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ടും സാധിക്കും. അതിനുശേഷം അടിയിൽ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ നോക്കി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീഡിയോ ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് സ്ലൈഡ് ഷോ രൂപത്തിലാണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത്, അതോ നേരിട്ട് എഡിറ്റ് ഭാഗത്തേക്ക് പോകണമെങ്കിൽ എഡിറ്റ് എന്ന ഭാഗം നോക്കിയിട്ട് നിങ്ങൾ ഇതിൽ നിന്നും എഡിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതിനായിട്ട് നമ്മൾ സ്ലൈഡ് ഷോ എന്ന ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്നും മുതൽ ഫോട്ടോകൾ സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു 3-4 ഫോട്ടോ എൻ്റെ ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് അത് എടുത്ത് കഴിഞ്ഞാലായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഒട്ടനവധി ഫീച്ചേഴ്സുകളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഓരോന്നിട്ടും ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാനായിട്ടും സാധിക്കും. ഇതിലുള്ളത് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റായിട്ട് കാണുന്നത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്നും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. വളരെ മനോഹരമായ രീതിയിൽ നിങ്ങൾക്ക് ഇത് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്കുള്ള മോഡലായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ക്ലിക്ക് ഹിയർ ടു മോഡിഫൈ യുവർ ടെക്സ്റ്റ് എന്ന ഭാഗം അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്ന്. വളരെ രസകരമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഫിൽറ്റർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റർ ആഡ് ചെയ്യാം. വളരെ മനോഹരമായ രീതിയിലുള്ള ഫിൽറ്ററുകൾ ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂറേഷൻ എത്ര ടൈമാണ് ഡ്യൂറേഷൻ വേണ്ടത് അതിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സുകൾ ഇതിലുണ്ട്. നിങ്ങൾ സമയം അനുസരിച്ച് ഇതിൽ നിങ്ങൾ നോക്കുക. വളരെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് ഈ ആപ്ലിക്കേഷൻ. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലായിട്ട് കമൻറ്റ് ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും അതിന് മറുപടി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സെറ്റിങ്സിനെ പറ്റി കൂടുതലൊന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ നിത്യവും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു അറിവുമായിട്ട് അടുത്ത അധ്യായങ്ങളിൽ കാണാം. ഇവിടെ സമാപിക്കുന്നു, നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായിട്ട് നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ കാണാം.